Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. വൈദ്യുതി ചാർജ് വർധനയ്ക്കെതിരെ പ്രതിഷേധം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കാലടി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈദ്യുതി ബോർഡിന്റെ കാലടി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിലേക്ക് മാർച്ചും ധർണയും നടത്തി. അന്യായമായ വൈദ്യുതി ചാർജ് വർധനവിനെതിരെയും വൈദ്യുതി ബോർഡ് സ്വകാര്യ കമ്പനികൾക്ക് വിൽക്കാൻ ശ്രമിക്കുന്ന പിണറായി സർക്കാരിന്റെ ജനദ്രോഹ നയത്തിനെതിരെയും വൈദ്യുതി ബോർഡിലെ കുറുവ സംഘത്തിനെതിരെയുമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കാലടി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈദ്യുതി ബോർഡിന്റെ കാലടി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷിയാസ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. മണിയാർ ജലവൈദ്യുത പദ്ധതി, ആ പദ്ധതി വീണ്ടും കാർബോറേഷൻ കമ്പനിക്ക് 25 വർഷക്കാലത്തേക്ക് വീണ്ടും കൊടുക്കുകയാണ്. ഈ മാസം 30-ന് ആ കരാർ അവസാനിക്കുകയാണ്. ആ കരാർ അവസാനിച്ച് സർക്കാർ വൈദ്യുത വകുപ്പ് ആ പദ്ധതി ഏറ്റെടുത്താൽ ഒരു യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുന്നതിന് 40 പൈസയാണ് ജലവൈദ്യുതി. മണിയാർ ഉൽപ്പാദിപ്പിക്കുന്ന ജലവൈദ്യുത പദ്ധതിക്ക് 40 പൈസയാണ് സർക്കാരിന് ചെലവ് വരുന്നുള്ളൂ. ആ പദ്ധതി വീണ്ടും സ്വകാര്യ കമ്പനിക്ക് കൊടുക്കുമ്പോൾ കോടാനുകോടി രൂപയാണ് വൈദ്യുത ബോർഡിനുണ്ടാകുന്ന നഷ്ടമെന്ന് പറയുന്നത്. സർക്കാരിനുണ്ടാകുന്ന ലാഭം 140 കോടി രൂപയാണ്. ആ പണം ഈ നാട്ടിലെ പാവപ്പെട്ടവന് കൊടുക്കാം. 50 പൈസക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചാൽ അതിന്റെ ലാഭം മുഴുവൻ ഈ നാട്ടിലെ ജനങ്ങൾക്ക് കൊടുക്കാം. വൈദ്യുത ബോർഡിന്റെ നഷ്ടം നികത്താൻ സാധിക്കും, എല്ലാം സാധിക്കും. പക്ഷേ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ പറയുന്നു കാർബോറേഷൻ കമ്പനിക്ക് വീണ്ടും 25 വർഷക്കാലത്തേക്ക് വീണ്ടും ഈ മണിയാർ ജലവൈദ്യുത പദ്ധതി അവർക്ക് വീണ്ടും കൊടുക്കാൻ തീരുമാനിച്ചു. എന്ത് കൊള്ളയാണ് ഈ നാട്ടിൽ നടക്കുന്നത്? ജനങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി ലഭ്യമാകേണ്ട ഒരു സംസ്ഥാനത്ത് ജനങ്ങളിൽ നിന്ന് അമിതമായ നിരക്കിൽ വൈദ്യുതി വാങ്ങി അതിന്റെ പണം സ്വകാര്യ കമ്പനികളിൽ നിന്ന് കൊള്ളയടിക്കാനുള്ള ശ്രമം നടത്തുന്ന ഈ സർക്കാർ വൈദ്യുത വകുപ്പ് ഉപയോഗിച്ച് കോടാനുകോടി രൂപയാണ് കൊള്ളയടിക്കുന്നത്. സ്വർണ്ണക്കള്ളക്കടത്ത്, ഡോളർ കടത്ത്, എല്ലാ അഴിമതിയും കഴിഞ്ഞ് ഇപ്പോൾ വൈദ്യുത പദ്ധതിയുടെ പേരിലുള്ള കൊള്ളയും വൈദ്യുത നിരക്കിന്റെ പേരിലുള്ള കൊള്ളയുമാണ് നാട്ടിൽ നടക്കുന്നത്. കാലടി ടൗൺ ഓപ്പൺ എയർ സ്റ്റേഡിയത്തിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ചിനും ധർണയ്ക്കും കാലടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സെബി കിടങ്ങൻ നേതൃത്വം നൽകി. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിമാരായ KP ബേബി, അഡ്വക്കേറ്റ് KB സാബു, ഡോക്ടർ ജിൻഡോ ജോൺ, മനോജ് മുല്ലശ്ശേരി, PV സജീവൻ, UDF അങ്കമാലി നിയോജക മണ്ഡലം കമ്മിറ്റി കൺവീനർ TM വർഗീസ്, സാംസൺ ചാക്കോ, അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചുത്രസ്യ തങ്കച്ചൻ, കാലടി പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ തൊട്ടപ്പള്ളി, ജില്ലാ പഞ്ചായത്ത് മെമ്പർ അനിമോൾ ബേബി, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമാരായ PB രവി, VV വിശ്വനാഥൻ, ബിജു കാവുങ്ങ, ടിനു തറയിൽ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരായ റന്നി പാപ്പച്ചൻ, ബിജു കണിയംകുടി, KO വർഗീസ്, ഭാരതീയ ദളിത് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് പുഷ്പകല തങ്കപ്പൻ, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ബിജി സാജു, ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. 25 വർഷക്കാലത്തേക്ക് വൈദ്യുതി കരാർ വെച്ചിരുന്നു. 4 രൂപയ്ക്ക് വൈദ്യുതി കിട്ടാവുന്ന രീതിയിൽ അന്ന് ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് ശ്രീ ആര്യാടൻ മുഹമ്മദ് ആയിരുന്നു. ആ കരാറിന് 25 വർഷത്തേക്കുള്ള കരാർ ക്യാൻസൽ ചെയ്തുകൊണ്ട് പ്രൈവറ്റ് പാർട്ടിക്ക്
വൈദ്യുതി വാങ്ങുന്നതിനുള്ള കരാർ വെച്ചതിന്റെ ഫലമായിട്ടാണ് ഇന്ന് സംസ്ഥാനത്തെമ്പാടും മുഴുവൻ ജനവിഭാഗങ്ങളും വൈദ്യുതി ചാർജിന്റെ കെടുതിയിൽപ്പെട്ടിരിക്കുന്നത്. 16 പൈസ കൂടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കണം, ആദ്യമായിട്ടല്ല. ഈ പറയുന്ന 8 വർഷക്കാലം കൊണ്ട് 7 പ്രാവശ്യമാണ് കേരളത്തിലെ വിദ്യുച്ഛക്തി നിരക്ക് വർദ്ധിപ്പിച്ചത് ഈ ഗവൺമെന്റ്, പിണറായി ഗവൺമെന്റ്. ഈ ഗവൺമെന്റ് 7 പ്രാവശ്യം വർദ്ധിപ്പിച്ചത് മാത്രമല്ല, പുതിയ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം അവർ അനുവദിച്ചിരിക്കുന്നത് പ്രകാരം അടുത്ത മാർച്ച് കഴിയുമ്പോൾ ഏപ്രിൽ 1-ാം തീയതി വീണ്ടും 12 പൈസ കൂടി വർദ്ധിപ്പിക്കും. ഒരു വർഷം കഴിഞ്ഞാൽ വീണ്ടും 2025 അല്ല 26 വരുമ്പോൾ വീണ്ടും 12 പൈസ വർദ്ധിക്കും.